അതിനാ വർത്തനാണോ നീ പറഞ്ഞേ? നിന്റെ കുറച്ചിനെ കേട്ടതൊന്നുമില്ല, എനിക്ക് മാത്രം ലാഭമുള്ള കേസാണ്. ആ, പോർട്ട്ഫോളിയോ മാനേജർ, ഇനി അത് പറഞ്ഞാൽ മതി. അല്ല, നീ MR വാലിയിൽ പ്രോപ്പർട്ടി എടുത്തായിരുന്നല്ലോ. ഞാൻ നിനക്ക് 1.15 മില്യൺ പ്രോപ്പർട്ടി എടുത്ത് തന്നെ. നീ അത് സെല് ചെയ്തത് 2.5 മില്യൺ അല്ലേ? അപ്പോൾ ലാഭം ഉണ്ടായിട്ടുണ്ട്. എടാ, ഇപ്പൊ അതേ സെയിം സിറ്റുവേഷൻ അന്ന് നീ കോഡിന്റെ സമയത്താണ് പ്രോപ്പർട്ടി എടുത്തത്. ഇപ്പോൾ മാർക്കറ്റ് കുറഞ്ഞു എടുക്കുമ്പോൾ അല്ല നമുക്ക് അതിനകത്തൊരു ഒരു ബിസിനസ് ഉള്ളൂ. ഇവിടെ റിയൽ എസ്റ്റേറ്റിൽ ഒന്നും ക്രാഷോ ഇല്ല. ഇൻഡെക്സ് താന്നു എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഡെവലപ്പേഴ്സ് ഉണ്ട്, അവരുടെ ഷെയറുകൾ കുറച്ച് ആൾക്കാർ സെല് ചെയ്തു. ഓക്കെ, ഈ പ്രോപ്പർട്ടി വരുന്നത് ഇവിടെ ദുബായ് എക്സ്പോ സിറ്റിക്ക് അടുത്ത് ആണ് വരുന്ന ടൗൺ ഹൗസ് ആണ്, അപ്പാർട്ട്മെന്റ് അല്ല. 3 ബെഡ്റൂം നമുക്ക് കിട്ടുന്നത് 2.85 ആണ്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു 40% ഡിസ്കൗണ്ടിൽ 3 മാസം കൊണ്ട് പൈസ നീ അടയ്ക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1.7 മില്യൺ കിട്ടും. അപ്പോൾ എയർപോർട്ട് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ വീണ്ടും ഒരു ബൂമിംഗ് ഉണ്ടാവും. അപ്പം പ്രോപ്പർട്ടിയുടെ ഒരു ആവറേജ് റേറ്റ് എന്ന് പറയുമ്പോൾ അറൌണ്ട് 2.83 മില്യൺ ആയിരിക്കും. ബൂമിംഗ് കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഒരു 5 മില്യൺ നമുക്ക് ഒരു 32 ആ ഒരു ഇൻ ബിറ്റ്വീൻ ടൈമിൽ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ രീതി നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അടുത്ത മാസം നോക്കിയാൽ കാര്യമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തിങ്കളാഴ്ച. ഓക്കെ, അപ്പോൾ സെറ്റാക്കാം. ഓക്കേടാ, ബുക്ക് ചെയ്തേക്കാം. ഓക്കെ, ശരി.